കാരണം 80 സെൻറ്റ് കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് ഏകദേശം 70,000 രൂപ ഇപ്പോൾ ചിലവ് വന്നിരിക്കുകയാണ്. നാട്ടിലെ താരം എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം വ്ളാത്താങ്കര ചീരയാണ് ഇപ്പോൾ നമ്മുടെ ഒരു തണ്ണിമത്തിന് 5 കിലോ വരെ വെയിറ്റ് കിട്ടുന്ന തണ്ണിമത്തിനാണ് ഉള്ളത്. കാലാവസ്ഥ നോക്കണം, ഒരു നല്ലൊരു മഴ പെയ്ത പണി തീർന്നു പോയി. ഇതാണ് എൻ്റെ തണ്ണിമത്തൻ തോട്ടം. ഏകദേശം 10 ഏക്കറിലാണ് ഞാൻ ഇത്തവണ തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ 5 ഏക്കറിൽ തുടങ്ങി. നമ്മൾ തണ്ണിമത്തൻ കൃഷി ചെയ്യുമ്പോൾ ലാഭകരമാക്കണമെങ്കിൽ അതോടൊപ്പം ചീര നടണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഞാൻ ചീര നട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ട്രേയിൽ പാകിയെടുക്കുന്ന ചീരയാണ്, അതായത് നമ്മുടെ ട്രിപ്പ് ഫെർട്ടിഗേഷൻ സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെ ചീര നടണമെങ്കിൽ ട്രേയിൽ പാകിയെടുക്കണം. ആ ട്രേയിൽ എടുത്തില്ലെങ്കിൽ കുഴപ്പമെന്ന് പറയുന്നത് ചീര നമ്മൾ പറമ്പിൽ പാകിയിട്ട് പറിച്ച് നട്ട് കഴിഞ്ഞാൽ ഷീറ്റിലേക്ക് വീണ് ഉണങ്ങി വീണ് അത് കേടായി പോകും. അങ്ങനെ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചീര മുഴുവനും നമ്മൾ പറമ്പിൽ പാകിയെടുത്ത് 6-7 ചീര ഒന്നിച്ച് നട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പാടം മുഴുവനും ചീര നട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം നമ്മൾക്ക് ഒരു മികച്ച വരുമാനം ഈ കൃഷിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതായത് ആദ്യം തന്നെ തണ്ണിമത്തം വിളവെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചീര വിളവെടുക്കാൻ കഴിയും. ആ ചീരക്ക് നമ്മൾ അഡീഷണൽ വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ തണ്ണിമത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള കോഴിവളവും അതുപോലെ ചാണകപ്പൊടിയും അതുപോലൊപ്പം തന്നെ വേമ്പിണ്ണാക്കുള്ള വളങ്ങളാണ് ഇതിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ചീര നന്നായിട്ട് പിടിച്ചു വന്നാൽ നമുക്ക് ആദ്യ വരുമാനം ചീരയിൽ നിന്ന് ലഭിക്കും. പിന്നീടാണ് തണ്ണിമത്തിലേക്ക് പോകുന്നത്. എത്ര സെന്റ് ഉണ്ട് ഇതിപ്പം നമ്മുടെ ഇവിടെ മാത്രമല്ല, നിങ്ങൾ ചേർന്ന് അങ്ങോട്ടുള്ള പ്രദേശം കൂടി ചേർത്ത് എല്ലാം കൂടി 4 ഏക്കറിലുണ്ട് ഇപ്പം. അതുകൂടാണ്ട് നമ്മൾ അപ്പുറത്തെ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാടം നമുക്ക് 80 സെൻറ്റ് ഉണ്ട്. ഈ കാണുന്ന 80 സെൻറ്റ് കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് ഏകദേശം 70,000 രൂപ ഇപ്പോൾ ചിലവ് വന്നിരിക്കുകയാണ്. 70,000 രൂപ ചിലവ് വന്നിരിക്കുകയാണ്. ആ 70,000-ൻ്റെ പകുതി തുക നമുക്ക് എങ്ങനെയും ഈ ചീര കൃഷിയിൽ നിന്ന് നേടാൻ കഴിയും. പിന്നെ വരുന്ന അടുത്ത വിളവ് തണ്ണിമത്തനാണ്. ആ തണ്ണിമത്തൻ്റെ വിളവ് മികച്ച വിളവാണെങ്കിൽ നമുക്ക് ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റും. അത് ഏത് സന്ദർഭം തണ്ണിമത്തിൻ്റെയൊക്കെ പ്രത്യേകിച്ച് വിളവ് വരുന്നൊരു ഘട്ടത്തിലേ നമുക്കറിയാനൊക്കെ ഉള്ളൂ എങ്ങനെ വിളം ഉണ്ടാവും എന്നുള്ളത്. തുടക്കത്തിൽ നമുക്ക് ഒരു മുൻകൂർ ഇന്ന് പ്രതീക്ഷിക്കാനൊക്കെ. കാരണം കാലാവസ്ഥ നോക്കണം, ഒരു നല്ലൊരു മഴ പെയ്ത പണി തീർന്നു പോയി. വള്ളി വീശുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആദായകരമായ ഒരു കൃഷിയാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയും. ഇത് നമ്മളെല്ലാം ഇതിൻ്റെ അകത്ത് വളം എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ ഇവിടെ പാടമാണ്. ഈ പാടമായിരുന്നുകൊണ്ട് ഈ 6 മാസമേ നമുക്ക് കൃഷിയുള്ളൂ. 6 മാസം ഇവിടെ വെറുതെ കിടക്കുകയാണ്. നെൽകൃഷി ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് പശുക്കളെ മൊത്തം കെട്ടുന്ന സ്ഥലമായത്. അപ്പോൾ ഒരു ദിവസം എങ്ങനെ 8-10 പശുക്കളെ ഈ പാടത്ത് കൊണ്ട് കെട്ടാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചാണകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. നമ്മളിവിടെ കിട്ടിയിരിക്കുന്ന കോഴിവളമാണ്. കോഴിവളം എന്ന് വെച്ചാൽ മണ്ണിനോടൊപ്പം കോഴിവളം ഇട്ടു, അതിനോടൊപ്പം വേപ്പിണ്ണാക്ക് ഇട്ടു, ആദ്യം കുമ്മായം കൊടുത്തു. അതിന് ശേഷം മെഷീനിൽ, അത് ട്രാക്ടർ ഉപയോഗിച്ചാണ് വരമ്പ് കോരിയത്. വരമ്പ് കോരിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് പൈപ്പുണ്ട്, ട്രിപ്പ് ലൈനുണ്ട്. ഇത് നമ്മൾ ഇതിലാക്കുന്ന ലൈനാണ്, ട്രിപ്പ് ഇറിഗേഷൻ. ഇത് കണ്ടോ, ഇവിടെ വെള്ളം വന്നിരിക്കുക. അപ്പോൾ ട്രിപ്പ് ലൈനുണ്ട്. അപ്പോൾ ആ ട്രിപ്പ് ലൈനിന് ഇത് 30 സെൻറ്റിമീറ്ററിൻ്റെ ട്രിപ്പാണ്, ഓരോ ഡ്രോപ്സാണ്. ആ 30 സെൻറ്റിമീറ്റർ കണക്കാക്കി വെള്ളം വരും. ആ വെള്ളം വന്ന ഭാഗത്ത് നമ്മൾ കോളിട്ടിരിക്കുകയാണ്. കോളിട്ട് കഴിഞ്ഞപ്പോൾ ഒരു സൈഡിൽ ചീരയും കൊടുത്തു, മറു സൈഡിൽ തണ്ണിമത്തനും കൊടുത്തു. എന്ന് പറഞ്ഞാൽ ചീര നമുക്ക് ഇപ്പോൾ കണ്ടു ഇത്ര വലുതായി. 2 ആഴ്ച കൂടി കഴിയുമ്പോൾ ഈ ചീര നമുക്ക് വിളവെടുക്കാൻ കഴിയും. തണ്ണിമത്തൻ വെച്ചാൽ നമുക്ക് സാധാരണ 80 ദിവസം ആകുമ്പോൾ വിളവെടുക്കാൻ കഴിയുള്ളൂ. ആ 80 ദിവസത്തെ ആകുമ്പോൾ വിളവെടുക്കാനുള്ള ഒരു സാഹചര്യം തണ്ണിമത്തനുണ്ടാകും. അതാണ് ഈ ചീര കൃഷിയും തണ്ണിമത്തനും തമ്മിലുള്ള കൃഷി. നമുക്ക് ഒരുപാട് പരിചരണങ്ങൾ ഇനി ആവശ്യമില്ല. ഇനി നമുക്ക് വരേണ്ടത് മോട്ടർ ഓൺ ചെയ്ത് കൊടുക്കുക, കൃത്യമായിട്ട് വെള്ളം വരും. വെള്ളം വരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ചീരകൾ വലുതാകും. 25-30 ദിവസം ആകുമ്പോൾ ചീര പറിക്കാം. ബാക്കിയുള്ള വളങ്ങളും കൂടി ട്രിപ്പിലൂടെ നമ്മൾ കൊടുക്കുമ്പോൾ 80 ദിവസം ആകുമ്പോൾ തണ്ണിമത്തനും പറിക്കാൻ കഴിയും, തണ്ണിമത്തൻ്റെ വിളവെടുക്കാൻ കഴിയും. ഇതാണ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ താരം എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം വ്ളാത്താങ്കര ചീരയാണ് ഇപ്പോൾ നമ്മുടെ കരപ്പുറത്തെ താരമായിട്ട് നിൽക്കുന്നത്. പറഞ്ഞാൽ കരപ്പുറത്ത് പ്രധാനമായിട്ടും പട്ടുചീരക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനമാണിത്. കൂടുതൽ കേടുകളുണ്ടാകത്തില്ല, നല്ല വളർച്ച ഉണ്ടാകും. നമുക്ക് 25 ദിവസം ആകുമ്പോൾ പറിച്ച് നടാനും കൂടി കഴിയും. അതുകൊണ്ട് ഇതാണിപ്പോൾ നമ്മൾ ആദ്യ ട്രിപ്പിൽ നട്ടുപിടിക്കുന്നത് വ്ളാത്താങ്കര ചീരയാണ്. അത് ഈ തണ്ണിമത്തൻ, ഇത് തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ ഇത്തവണ നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയുടെ മുക്കാസോ എന്ന ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ കിരണാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ സാധാരണ രീതി വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു 5 കിലോ വരെ, 3 കിലോ തൊട്ട് 5-6 കിലോ വരെ വെയിറ്റ് കിട്ടുന്ന സാധനമാണ്. ഒരു തണ്ണിമത്തന് 5 കിലോ വരെ വെയിറ്റ് കിട്ടുന്ന തണ്ണിമത്തനാണ് ഉള്ളത്. അപ്പം നമുക്ക് ഒരു തണ്ണിമത്തന് 2 കാ കിട്ടിയാൽ 10 കിലോളം നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ചുള്ള സെലക്ട് ചെയ്ത സീഡാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ തന്നെ ഒരു തവണ സൂഡോമോണോക്സ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞു. അത് 2നും കൊടുത്തു.
അപ്പോൾ ആഴ്ച 2 തവണ സൂഡോമോണാക്സ് കൊടുക്കണം. ഇപ്പോൾ ഒരു തവണ കൊടുത്തുള്ളൂ, ഒരു തവണ കൂടി കൊടുക്കും. അതോടൊപ്പം തന്നെ മറ്റ് വളങ്ങളൊന്നും നമ്മൾ ചീരക്ക് കൊടുക്കത്തില്ല. പിന്നെ കൊടുക്കുന്നത് നമ്മൾ ഗോമൂത്രം സ്പ്രേ ചെയ്ത് കൊടുക്കും. കാരണം വെച്ചാൽ നല്ല കളർ കിട്ടാനും വിളവ് കിട്ടാനും ഗോമൂത്രം നല്ലതാണ്. അപ്പോൾ നാടൻ പശുവിൻ്റെ ഗോമൂത്രം നമ്മൾ ചീര സ്പ്രേ കൊടുക്കും. ഇതാണ് ചീര. കാരണം ഇലക്കറിയാണ്, നമ്മൾ വേവിച്ച് കഴിക്കുന്നതാണ്, നല്ല വെള്ളം. അപ്പോൾ ഇലയിൽ ഒരു കീടനാശിനി ഉണ്ടാകാൻ പാടില്ല, അത് നമുക്ക് നിർബന്ധം. അതുകൊണ്ട് അതിലൊരു സാധനം സ്പ്രേ ചെയ്തില്ല. ഇവിടെ ഈ തണ്ണിമത്തനും നമ്മുടെ സ്പ്രേ ഒന്നും ചെയ്യാറില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ, പുഴുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത്യാവശ്യം ജൈവ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കും. ജൈവം, പൊള്ളി ജൈവം.